ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ജീവിതത്തെ യാത്രയോട് ഉപമിക്കുന്നത് സാധാരണയാണ്. യാത്രക്ക് പുറപ്പെടുന്നത് ഒരു നിശ്ചിത സ്ഥലത്തേക്ക് എത്തുവാൻ ഉദ്ദേശിച്ചായിരിക്കുമല്ലോ. ലക്ഷ്യസ്ഥാനം മാത്രമായിരിക്കും ചില യാത്രക്കാരുടെ മനസ്സിൽ എപ്പോഴും പതിഞ്ഞു കിടക്കുക. അതുതന്നെയാണ് വേണ്ടത്. യാത്രാമധ്യത്തിലുള്ള കാഴ്ചകൾ അവരെ ആകർഷിക്കുന്നില്ല. ആ സമയത്തുണ്ടാകുന്ന ക്ലേശങ്ങൾ അവരെ ശല്യപ്പെടുത്തുന്നില്ല. എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല. യാത്രയുടെ ആരംഭം മുതൽ അവസാനം വരെ അവരുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറുകയില്ല. വഴിയിൽ കാണുന്നതും സംഭവിക്കുന്നതും അവർ സൂക്ഷിച്ചു കൊണ്ടിരിക്കും. അതിൽ പതിപ്പിക്കുന്ന ശ്രദ്ധയും ഉത്സാഹവും കണ്ടാൽ ലക്ഷ്യസ്ഥാനത്തെപ്പറ്റി അവർ മറന്നുപോയെന്ന് തോന്നിപ്പോകും. യാത്രാനുഭവങ്ങൾ അത്ര ആനന്ദത്തോടെ അവർ ആസ്വദിക്കുന്നുണ്ടാവും. സാധാരണ യാത്രയിൽ കണ്ടുവരുന്ന ഈ പരമാർത്ഥം ജീവിതയാത്രയിലും സംഭവിക്കുന്നുണ്ട്. ഒരു വ്യത്യാസം മാത്രം. സാധാരണ യാത്രയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യസ്ഥാനം നമുക്ക് നല്ലപോലെ അറിയാം. എന്നാൽ ജീവിത യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്തവർ സ്വർഗത്തെയും നരകത്തെയും വിചാരണയെയുമാണ് മറക്കുന്നത്. ഈ യാത്ര വളരെ പരിമിതമാണ്. ഇവിടുത്തെ പാഥേയം തീർന്നു പോകുന്നതാണ്. ലക്ഷ്യം മറന്ന് ജീവിച്ചാൽ ഈ ജീവിതത്തിനും പരലോക ജീവിതത്തിനും ഉപകാരം കിട്ടുകയില്ല. ഈ ജീവിതം നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം? അത് കൃത്യമായി ഇസ്ലാം നിർവചിച്ചതാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര സുഖകരമായിരിക്കണമെന്നില്ല. എങ്കിലും ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ സുഖത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന ആളുകൾ, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടവർ വ്യത്യസ്ത രൂപത്തിലാണ് വിഷയങ്ങളെ നോക്കിക്കാണുക. നമ്മളെ ചുറ്റും നോക്കിയാൽ എന്തൊക്കെ തരം മനുഷ്യരാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്നത്? നമുക്ക് ചുറ്റും നോക്കുക. എന്ത് അമ്പരപ്പമുണ്ടാക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്ത്, അതിൽ ലക്ഷക്കണക്കിൽ ജനങ്ങൾ ദിവസേന ജനിക്കുന്നുണ്ട്. എണ്ണമില്ലാത്ത ആളുകൾ നിത്യേന മരിക്കുന്നുണ്ട്. ചിലർ പ്രവൃത്തിയെടുത്തു സമ്പാദിക്കുന്നു. പലരും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു. ചിലർ ഉന്മേഷഭരിതരായി ജീവിതം കഴിക്കുന്നു. ചിലർ നിരാശയിൽ നിമഗ്നരായി കഷ്ടപ്പെടുന്നു. ദയാലുവും കൊലപാതകിയും അതിസമർത്ഥനും മഹാവിഡ്ഢിയും അധ്വാനശീലനും കുഴിമടിയനും മഹാത്യാഗിയും വലിയ സ്വാർത്ഥിയും അടുത്തടുത്ത് കാണുന്ന ഈ ലോകത്ത് കൂടിയുള്ള ഒരു യാത്ര വളരെ വിഷമം പിടിച്ച ഒന്നാണ്. എങ്കിലും അത് രസകരമായ ഒരു താനും. അതുകൊണ്ട് തന്നെ ജീവിതയാത്ര എങ്ങോട്ടാണ്? ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ നന്നാവാൻ വേണ്ടി, ലക്ഷ്യസ്ഥാനത്ത് നമ്മളെത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത്, എന്താണ് ഞാൻ മുന്നിലേക്ക് വെക്കേണ്ട കാഴ്ചപ്പാട്, ഇതൊക്കെ ഒരു വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാകണം. അപ്പോഴേ ഒരാൾക്ക് നല്ല രൂപത്തിൽ ജീവിതത്തെ കാണാനും പുരോഗതിയിലേക്ക് ജീവിതത്തെ നയിക്കാനും നാളെ പരലോകത്തവൻ്റെ സുരക്ഷയുടെ കവാടം തുറന്നു കിട്ടാനും അവനിത് അനിവാര്യമാണ്. നമ്മളിവിടെ ജീവിക്കുന്ന ഓരോ റോളുകളും അല്ലാഹു തആല മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എന്നൊരു ബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾക്ക് ആനന്ദിക്കാനും പരാജയങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് പാഠം ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ.
അത്തരം ആളുകളിൽ പെട്ട് മുന്നോട്ട് പോകുന്നവർക്കേ ജീവിതത്തിൽ സുഖവും സമാധാനവും സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.